Good morning, all. Good morning, ma'am. Good morning, ma'am. Okay, ഇപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. Then അപ്പൊ നമ്മള് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയുടെ ബെനിഫിറ്റ്സ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിക്കൊണ്ടിരുന്നത് അല്ലെ. അപ്പോ പേഷ്യൻസിനും അതുപോലെ തന്നെ ഹോസ്പിറ്റലിനും ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ചെയ്യുന്നത് കൊണ്ടുള്ള അതിന്റെ ബെനിഫിറ്റുകൾ അല്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് പ്രയോജനം അല്ലെ. അപ്പൊ അതാണ് നമ്മൾ നോക്കിയത്. ഇതിൽ നമ്മള് patient loyalty and retention പറഞ്ഞു, increased profitability, then enhanced staff morale, higher productivity. അവിടെ വരെയല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? ഓർമ്മയുണ്ടോ? ഹയർ പ്രൊഡക്ടിവിറ്റി വരെയല്ലേ പറഞ്ഞത്? റെപ്യൂട്ടേഷൻ പറഞ്ഞായിരുന്നോ? പറഞ്ഞില്ലല്ലോ. ഹയർ പ്രൊഡക്ടിവിറ്റി എടുക്കാനില്ലേ മിസ്സേ? അത് എടുത്തില്ല. എടുത്തില്ല. ഹയർ പ്രൊഡക്ടിവിറ്റി എത്തിയിട്ടില്ല. ഓക്കെ ഓക്കെ, അതെടുത്തിട്ടില്ല മിസ്. എടുത്താണോ? നിങ്ങൾക്ക് തന്നെ ഒരു ഉറപ്പില്ല. ഹയർ പ്രൊഡക്ടിവിറ്റിക്ക് തോന്നുന്നു അവിടെ വരെയാണെന്ന് തോന്നുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. 2 ബാച്ചുകളാണെന്നേ. ഈ മറ്റേ ബാച്ചിനാണോ അവിടെ നിന്ന് എത്തിയത്? ഉറപ്പാണോ? ഹയർ പ്രൊഡക്ടിവിറ്റി നമ്മൾ എടുത്തിട്ടില്ല. അതെടുത്തിട്ടില്ല മിസ്. ഇല്ല മിസ്, എടുത്തിട്ടില്ല. കുഴപ്പമില്ല. കാരണം 2 ബാച്ച് ഉള്ളതുകൊണ്ട് മീൻസ് സെയിം ക്ലാസ്സസുകൾ ചിലപ്പോ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഹയർ പ്രൊഡക്ടിവിറ്റി എടുക്കാം. ഹയർ പ്രൊഡക്ടിവിറ്റി നോക്കാം. അപ്പോ പോയിന്റ്സുകളാണ്. അപ്പൊ നമുക്ക് വായിച്ചിട്ട് നിങ്ങളുടേതായ രീതിയിൽ അത് മനസ്സിലാക്കി തരാം കേട്ടോ. കാരണം ഓരോ പോയിന്റ് നമുക്ക് എടുത്തെടുത്ത് ചിലപ്പോൾ അത് വായിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ എന്താണോ അതിൽ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അതിലൂടെ എന്താണോ പറയുന്നത് അത് മാത്രം നമുക്ക് നമ്മളുടേതായ രീതിയിൽ അത് മനസ്സിലാക്കി പോകാം. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പൊ അത് നമുക്ക് ചെറിയ രീതിയിൽ അത് പറഞ്ഞ് മനസ്സിലാക്കാം കേട്ടോ. ഹയർ പ്രൊഡക്ടിവിറ്റി. Investing in training and software to make better the patient's experience can also increase staff and provider productivity in the organization. For example, if hospital executes secure online appointments scheduling and patient messaging, staff may spend much as 50% less time on the phone with the patients. നമുക്കറിയാം ഒരു പേഷ്യൻസിന്റെ അനുഭവം, പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ്, പേഷ്യൻസിന്റെ അനുഭവം മികച്ചതാക്കുന്നതിന് ഒരു പരിശീലനത്തിലൂടെയോ മറ്റൊരു സോഫ്റ്റ്വെയർ പ്രൊവൈഡറൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം എല്ലാ ഹോസ്പിറ്റലുകളിലും എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അതുപോലെ നമുക്ക് ഓൺലൈൻ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ എടുക്കാം അല്ലെ. ഇപ്പൊ മുമ്പ് നമ്മൾ വിളിച്ച് നമ്മൾ ചോദിക്കും അല്ലെ, നിങ്ങൾ ഡോക്ടർ ഉണ്ടോ, അപ്പൊ അപ്പോയിന്റ്മെന്റ് എടുക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ വിളിച്ച് ചോദിക്കുന്നത് പോലെ തന്നെ ഓൺലൈൻ അപ്പോയിന്റ്മെന്റുകൾ എടുക്കുക. അതുപോലെ തന്നെ ഓൺലൈൻ കൺസൾട്ടേഷൻ വരുന്ന അവൈലബിൾ ആണ്. ചെയ്തിട്ടുണ്ട് ഇതൊക്കെ. ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കാറുണ്ട് നിങ്ങള്. കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു കുറച്ച് ഡെവലപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള ഓൺലൈൻ അപ്പോയിന്റ്മെന്റുകളും ഷെഡ്യൂൾസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. സോ അപ്പോൾ ഇതെല്ലാം നമുക്ക് പേഷ്യന്റിന്റെ ഒരു അനുഭവത്തിനെ മെച്ചപ്പെടുത്താൻ സാധിക്കുന്നത്. ഓൺലൈൻ അപ്പോയിന്റ്മെന്റുകളും എല്ലാം നമ്മൾ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടി ഒരു എന്താ പറയാ ഒരു പേഷ്യന്റ് ആയിട്ടുള്ള ഒരു സമ്പർക്കം നമുക്ക് കൂടുതലായിട്ട് അടുപ്പം കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ ഇപ്പോ അപ്പോയിന്റ്മെന്റ്സുകൾ എടുക്കാം. അതുപോലെ തന്നെ അപ്പോ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു 50% കുറവ് സമയം പേഷ്യൻസ് വെച്ച് നേരിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ വേണ്ടാന്ന്. ഒരു 50% നമുക്ക് ഇതുപോലെ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ്സിലൂടെയോ അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ ഒക്കെ ചെയ്യാന്ന്. അപ്പൊ ഒരു നഴ്സ് കൂടുതൽ നേരം അടുത്ത് നിൽക്കേണ്ട ആവശ്യമില്ല. നഴ്സിന്റെ അല്ലെങ്കിൽ മറ്റ് സ്റ്റാഫുകളുടെ അഭാവത്തിൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നായിട്ടുണ്ടെങ്കിലും ഓൺലൈൻ അപ്പോയിന്റ്മെന്റ്സുകൾ എടുക്കാം. അവിടെ ഒരു നഴ്സസിന്റെയോ ഇടപെടലുകൾ അവിടെ വരുന്നില്ല. നമ്മൾ ഫോൺ കോൾ ഒക്കെ ചെയ്യണമെങ്കിൽ ആ ഒരു നഴ്സസിന്റെ പ്രാധാന്യം ഇവിടെ ഉണ്ട് അല്ലെ. അപ്പൊ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് ആണെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ ഫോണിൽ നിന്ന് ചെയ്യാനുള്ളൂ. ഒരു 50% ലെസ്, അതായത് അത്രയും പെർസെന്റേജ് കുറവ് പേഷ്യൻസിനായിട്ട് സ്പെൻഡ് ചെയ്താൽ മതി. നഴ്സസിന് അവർക്ക് അവിടെ പ്രാധാന്യം ഇല്ല. ഓൺലൈൻ അപ്പോയിന്റ്മെന്റ്സ് കാര്യങ്ങൾ നമുക്ക് എടുക്കാം. കോൺസിക്വന്റ്ലി സ്റ്റാഫ് ക്യാൻ പെർഫോംസ് എക്സ്ട്രാ ടാസ്ക്. അതുകൊണ്ട് തന്നെ അവർക്ക് ടൈമും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, എക്സ്ട്രാ ടാസ്കുകൾ ചെയ്യാനായിട്ട് ടൈം കിട്ടുന്നു. വിച്ച് അലൗസ് us to run a learner office. തൽഫലമായിട്ട് അവർക്ക് അധികം ജോലികളും നമുക്കൊരു ഓഫീസിലെ കാര്യങ്ങളോ മറ്റു ജോലികളൊക്കെ ചെയ്യാൻ പറ്റും, സ്റ്റാഫുകൾക്ക് ചെയ്യാനും സാധിക്കുന്നു. Besides, when a hospital lessens the patient no show at late cancellation,
Hospital have less times in scheduling and can maximize the patient time and related billing. അതിനാൽ അതായത് ഹോസ്പിറ്റല് രോഗിയെ കാണാത്തതും അല്ലെങ്കിൽ ഇപ്പൊ രോഗിക്ക് ക്യാൻസലേഷൻ ഒക്കെ വന്നേക്കാം അല്ലെ. അതായത് ക്യാൻസലേഷൻ കൊടുക്കുമ്പോൾ അതിനുള്ളൊരു പ്രൊഡക്ടിവിറ്റി അവർക്ക് ഉണ്ടാകുന്നു. അതായത് പേഷ്യന്റ് അപ്പോയിന്റ്മെന്റ്സ് എടുത്തവര് എല്ലാവരും തന്നെ ഡോക്ടേഴ്സിനെ കാണാനൊക്കെ വരികയാണെങ്കിൽ അവർക്ക് എന്താണ് നല്ലൊരു പ്രൊഡക്ടിവിറ്റി ഒക്കെ ഹോസ്പിറ്റലിൽ ഉണ്ടാകും. അതുപോലെ ഇപ്പൊ ചില രോഗികള് അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തതിന് ശേഷം ചിലപ്പോൾ കാണാൻ വരില്ല. ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും മറ്റുമായിരിക്കും. പക്ഷെ ഇവിടെ പറയുന്നത് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുള്ളവര് എല്ലാവരും തന്നെ എന്താണ് ക്യാൻസലേഷൻ ചെയ്യുന്നില്ലാണ്. ക്യാൻസലേഷൻ ആരും തന്നെ ചെയ്യുന്നില്ല. അപ്പോയിന്റ്മെന്റ് എടുത്ത പേഷ്യൻസുകൾ എല്ലാം തന്നെ വന്ന് ഹോസ്പിറ്റലിൽ വന്നിട്ട് ഡോക്ടേഴ്സിനെ കാണുന്നുണ്ട്. സോ അതിനാൽ എന്താണ് അവർക്ക് പ്രൊഡക്ടിവിറ്റി ഉണ്ട്. പ്രൊഡക്ടിവിറ്റി ഉണ്ടെന്ന് വെച്ചാൽ എന്താണ് ഫ്രീ സർവീസ് എന്നല്ല അവിടെ ചെയ്യുന്നത്. ആണോ? പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഫ്രീ സർവീസ് ആണോ? ഗവൺമെന്റ് ആണെങ്കിൽ ഓക്കെ. പ്രൈവറ്റില് നമ്മൾ എന്തൊരു ചെറിയ അസുഖമായി ചെന്നിട്ടുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫീസും കാര്യങ്ങളൊക്കെ ഈടാക്കുന്നില്ല നമ്മളുടെ ഉണ്ടോ? ഫ്രീ ആണ് നമുക്ക് തരുന്നതെല്ലാം. ചികിത്സയും ഡോക്ടറെ കാണാനായിട്ട് നമ്മളൊരു കൺസൾട്ടേഷൻ ഫ്രീ കൊടുക്കണം. ദെൻ നമ്മള് ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തു അതിനൊരു ഫീസ് കൊടുക്കണം. അപ്പൊ അവർക്ക് എന്താണ് കൂടുതൽ ലാഭമാണ് ഹോസ്പിറ്റലിന് അല്ലെ. പ്രൊഡക്ടിവിറ്റി അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഡെയിലി അവർക്ക് അപ്പോയിന്റ്മെന്റ്സുകൾ ഒത്തിരി വരുന്നുണ്ട്. അവിടെ ക്യാൻസലേഷൻ ഒന്നും നടക്കുന്നില്ല. ഡെയിലി ഒത്തിരി പേഷ്യൻസ് വരുന്നു. അപ്പൊ അതിൽ നിന്ന് എന്താണ് അവർക്ക് പ്രൊഡക്ടിവിറ്റി കിട്ടുന്നു അല്ലെ. അപ്പൊ എന്താണ് രോഗിയുടെ അതുപോലെ തന്നെ ബില്ലിങ്ങും പരമാവധി വർദ്ധിപ്പിക്കാൻ കഴിയുന്നു. മാക്സിമൈസ് ദ പേഷ്യന്റ് ടൈം ആൻഡ് റിലേറ്റഡ് ബില്ലിങ്. പേഷ്യൻസ് വരുമ്പോ അതിനനുസരിച്ച് ഒത്തിരി ബില്ലുകളും നമുക്ക് പറയുന്നുണ്ട് ഇല്ല. ഇപ്പൊ നിങ്ങളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ എത്രത്തോളം ഒരു ചെറിയൊരു പനിയായിട്ട് പോയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കറിയാം ടോട്ടൽ ബില്ല് എത്രയായിരിക്കും വരുന്നത്. അത്യാവശ്യം എല്ലാ ടെസ്റ്റുകളും നമ്മളെ കൊണ്ട് ചെയ്യിക്കാറില്ലേ? ബ്ലഡ് ടെസ്റ്റ് ചെയ്യും അല്ലെ. ആണോ? നിങ്ങളുടെ സ്വയം നമ്മുടെ ഓൺ എക്സ്പീരിയൻസ് ആണ് അവിടെ പറയുന്നത്. ആണോ? നിങ്ങൾക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടോ? ചെറിയൊരു പനിയായിട്ട് പോയിട്ടുണ്ടെങ്കിലും ഒരു മിനിമം എത്ര രൂപയെങ്കിലും നമ്മുടെ കയ്യിൽ നിന്നാവും? ഏറ്റവും കുറഞ്ഞത് ഒരു 1000 രൂപയെങ്കിലും വേണം. പക്ഷേ 1500 അല്ലെ നമുക്ക് ഡോക്ടറെ കാണാനുള്ള ഫീസ്. അതുകൂടാതെ മെഡിസിൻ, ദെൻ ബ്ലഡ് ടെസ്റ്റുകളും മറ്റും എല്ലാം കൂടി ടോട്ടൽ എത്ര വരും? ബില്ലിങ് കാര്യങ്ങള് ചെറിയൊരു എമൗണ്ട് അല്ല. അതിന് നല്ലൊരു രീതിയിൽ എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ആകുന്നുണ്ട്. അതാണ് അവിടെ പറയുന്നത്. ക്യാൻസലേഷൻ ഒന്നും നടക്കുന്നില്ല. ഡെയിലി എന്താണ് പേഷ്യൻസ് വരികയാണ്. ഹോസ്പിറ്റൽ ഹാവ് ലെസ് ഡെഡ് ടൈം. ഡെഡ് ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പ്രവർത്തനരഹിതമാകുന്നില്ല എന്ന്. കാരണം എന്തുകൊണ്ടാണ്? ഡെയിലി പേഷ്യൻസ് വന്നത് കൊണ്ട് അവർക്ക് ഓൾറെഡി അവരുടെ വർക്കിംഗ് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് റിലേറ്റഡ് ബില്ലിങ്ങും ബില്ലിങ്ങിന്റെ കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് അവർക്ക് നല്ല രീതിയിൽ അവർക്ക് എന്താണ് പ്രൊഡക്ഷൻ അവിടെ ചെയ്യാനും സാധിക്കുന്നു. ഓക്കെ. നമ്മൾ നമ്മളുടെ ഓൺ എക്സ്പീരിയൻസിലെ കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. നമ്മൾ നമ്മളുടേതായിട്ടുള്ളതുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു, നമ്മൾ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ്സുകളൊക്കെ എടുക്കാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ നമ്മൾ ഡോക്ടറെ വിളിച്ചിരുന്നു, നമ്മൾ ഡോക്ടറെ ചെല്ലുന്നു. ദെൻ നമുക്ക് ഒത്തിരി ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഹോസ്പിറ്റലിൽ അല്ലെ. ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മൾ ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങളാണ് അല്ലെ. അതാണ് ഇവിടെ പറയുന്നത് ഹയർ പ്രൊഡക്ടിവിറ്റി. പ്രൊഡക്ടിവിറ്റി ആർക്കാണ്? ഹോസ്പിറ്റലിനാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് എന്തെങ്കിലും പ്രൊഡക്ടിവിറ്റി ഉണ്ടോ? നമ്മളുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ? പേഷ്യന്റിനാണോ ഹോസ്പിറ്റലിനാണോ പ്രൊഡക്ടിവിറ്റി ഉള്ളത്? ആർക്കാണ് പ്രൊഡക്ടിവിറ്റി? നമ്മളുടെ കയ്യിൽ നിന്നല്ലേ നമ്മൾ ഫീസും ബില്ലിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ക്യാഷ് നമ്മളല്ലേ നമ്മൾ ചിലവാക്കുന്നത്. സോ പ്രൊഡക്ടിവിറ്റി കിട്ടുന്നത് ഹോസ്പിറ്റലിനാണ്. ഓക്കെ. ക്ലിയർ ആയോ? ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? ജസ്റ്റ് നമ്മളുടേതായ രീതിയിലോട്ട് അത് മനസ്സിലാക്കി എടുക്കാനേ പറ്റുള്ളൂ കേട്ടോ. അത് നമുക്ക് വരെ മാക്സിമം നമ്മളുടെ ഓൺ എക്സ്പീരിയൻസിൽ നിന്നും കണക്ട് ചെയ്തിട്ട് നമുക്ക് പറയാം. ഓക്കെ. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. റെപ്യൂട്ടേഷൻ. എന്താ റെപ്യൂട്ടേഷന്റെ മലയാളം? റെപ്യൂട്ടേഷൻ എന്താ മലയാളത്തിൽ എന്താ പറയാ? കേട്ടിട്ടുണ്ടോ നിങ്ങൾ റെപ്യൂട്ടേഷൻ? ഐഡിയ ഇല്ല? റെപ്യൂട്ടേഷൻ കേട്ടിട്ടുണ്ടോ? ടേം ആർക്കും അറിയില്ല? ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാൻ പോലും പറ്റില്ല. പദവി അല്ലെങ്കിൽ സൽപ്പേര്, പ്രശസ്തി എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ. ഒരു പദവി അല്ലെങ്കിൽ സൽപ്പേര് എന്നൊക്കെ പറയാം. ഓക്കെ. അപ്പോ ഇനി റെപ്യൂട്ടേഷൻ എന്താണ്? റെപ്യൂട്ടേഷൻ നോക്കാം. റെപ്യൂട്ടേഷൻ ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ ആയിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഹെഡിങ്ങിൽ തന്നെയുണ്ട് ബെനഫിറ്റ്സ്. പേഷ്യൻസിനും അതുപോലെ തന്നെ ഹോസ്പിറ്റലിനുമുള്ള ബെനഫിറ്റ്സുകൾ. റെപ്യൂട്ടേഷൻ വായിക്കാം. Satisfied patients can improve your reputation in many ways. First, HCA HPS. അത് പറയുന്നതേ അതിന് ഫുൾ ഫോമും കാര്യങ്ങളൊന്നും നിങ്ങൾ പഠിക്കേണ്ട. അത് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മള് പേഷ്യന്റ് എക്സ്പീരിയൻസ് സർവേകൾ നടത്തില്ലേ, ആ ഒരു സർവേകളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹോസ്പിറ്റൽ അത് ഫുൾ ഫോം എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല.
ഹോസ്പിറ്റലുകൾ എക്സ്പീരിയൻസ്, പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് എടുക്കുന്ന സർവേകൾ പറയുന്നതാണ്. അത് നമുക്ക് ഡീറ്റെയിൽ പഠിക്കാനൊന്നുമില്ല. സർവേകളാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിന്റെ ഒരു സ്കോറാണ്. അതായത് നമ്മൾ സർവേ ചെയ്യുമ്പോൾ കുറെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടില്ലേ, ഓരോ ക്വസ്റ്റ്യൻസും ഇപ്പോ സ്റ്റാഫുകളെ സംബന്ധിക്കുന്നത്, പേഷ്യൻസിനെ സംബന്ധിക്കുന്നത്, അങ്ങനെ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടില്ലേ. അതിന്റെ ഒരു സെറ്റാണ് HCA HPS ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിന്റെ ഡീറ്റെയിൽ ഒന്നും പഠിക്കാനില്ല, ജസ്റ്റ് സർവേകളുടെ ക്വസ്റ്റ്യൻസുകളെ സ്കോറുകളാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് satisfy the patients can improve your reputation in many ways. അല്ലെ, നല്ല സംതൃപ്തരായിട്ടുള്ള പേഷ്യൻസിന്, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസിന് ഹോസ്പിറ്റലിന്റെ പ്രശസ്തി കൂട്ടാനായിട്ട് സാധിക്കുന്നു. അല്ലെ, ഏതൊക്കെ രീതിയിലായിരിക്കും ഹോസ്പിറ്റലിന്റെ പ്രശസ്തി അവർക്ക് കൂട്ടാൻ കഴിയുന്നത്? നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾ വേറെ ആ ഹോസ്പിറ്റൽ സജസ്റ്റ് ചെയ്ത് കൊടുക്കില്ലേ? കൊടുക്കോ? അങ്ങനെ കൊടുക്കാറുണ്ടോ? ഷെയർ ചെയ്ത് കൊടുക്കും. നമ്മൾക്ക് നല്ല എക്സ്പീരിയൻസ് ആണെങ്കിൽ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കും. സോ നമ്മൾ നമ്മളുടേതായ രീതിയിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആ ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻസിനെ പല വിധത്തിലും പ്രശസ്തിനെ പ്രശസ്തിയാക്കാനും പലതരത്തിൽ അവർ ഹെൽപ്പ് ചെയ്യുന്നു. അതായത് നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ദെൻ ഫസ്റ്റ് ആദ്യമായിട്ട് പറയണമെങ്കിൽ HCA HPS, അതായത് നമ്മളുടെ പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് സാറ്റിസ്ഫാക്ഷൻസിലെ സ്കോറുകൾ, അങ്ങനെയുള്ളത് അവരുടെ ആരോഗ്യ പരിപാലനത്തെ കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്കോറുകൾ, പേഷ്യന്റ് എക്സ്പീരിയൻസ് സർവേകളിൽ ഉദ്ദേശിക്കുന്ന സ്കോറുകൾ, അത് പൊതുവായതിനാൽ നമുക്ക് ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചിട്ട് മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ നൽകാൻ സാധിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ കണ്ടില്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ ഓർക്കുന്നുണ്ടോ, ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിന് ഇത്ര സ്റ്റാർ പോയിന്റ് ഇട്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻസും ഓരോ സ്കോറുകളാണ് നമ്മളോട് കൊടുത്തിരിക്കുന്നത്. ഓരോ ക്വസ്റ്റ്യനും വായിച്ചിട്ട് നമുക്ക് പബ്ലിക്കായിട്ട് പൊതുവായിട്ട് നമുക്ക് അതിന്റെ ഓരോ ക്വസ്റ്റ്യൻസും എത്രത്തോളം അവിടെ നല്ല രീതിയിൽ ആ ഹോസ്പിറ്റൽ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഇങ്ങനെയുള്ള ഒരു സർവേ നടത്തുമ്പോൾ നമുക്ക് ഓരോ സ്കോറും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ഓരോ പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. Then specifically, so people can learn about the physicians, they can consult and make an informed choice about their health care. അതുപോലെ തന്നെ ഫിസിഷ്യന്മാരായിട്ട് കൂടുതൽ അല്ലെങ്കിൽ ഫിസിഷ്യന്മാരെ കൂടുതൽ നമുക്ക് അറിയാനും സാധിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ സർവേകളൊക്കെ നടത്തി കഴിയുമ്പോഴും നമുക്ക് ഫിസിഷ്യന്മാരായിട്ട് കുറച്ചും കൂടി നമുക്കൊരു അവരോട് നമ്മുടെ കാര്യങ്ങൾ ചോദിക്കാനും പേഷ്യൻസിനെ സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അവരോട് നേരിട്ട് നല്ല രീതിയിൽ ചോദിച്ച് അറിയാനും സാധിക്കുന്നു. സെക്കൻഡ്, പോസിറ്റീവ് സ്കോർസ് മേക്ക് ടു ഓർഗനൈസേഷൻ മച്ച് മോർ അട്രാക്റ്റീവ് ഓപ്ഷൻസ് അല്ലെ. പോസിറ്റീവ് ആയിട്ടുള്ള സ്കോറുകൾ, അതായത് ഇപ്പൊ നമ്മൾ ചില ക്വസ്റ്റ്യൻസുകൾക്ക് 5 സ്റ്റാർ കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി അട്രാക്റ്റീവ് ഓപ്ഷൻ ആയിരിക്കും അല്ലെ. ഇപ്പൊ ഒരു പേഷ്യന്റ് എല്ലാം സാറ്റിസ്ഫൈഡ് ആണ്, നമ്മൾ ഫുൾ 5 സ്റ്റാർ ആണ്, എല്ലാ ക്വസ്റ്റ്യൻസിലും നമ്മൾ 5 സ്റ്റാർ ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അതൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും അല്ലെ. ഇപ്പൊ വെരി ബാഡ് ആണ് എല്ലാവരും കൊടുത്തിരുന്നെങ്കിൽ അതിന് ഒരു അട്രാക്ഷൻ ഉണ്ടാവില്ല. സോ 5 സ്റ്റാർ ഒക്കെ നമ്മൾ ഏറ്റവും നല്ല മോസ്റ്റ് സാറ്റിസ്ഫൈഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും. Additionally, hospital can utilize automated message to ask the patient for feedback after their appointments. Some programs involve follow-up questions with easy to follow link to ask the content, patient to leave review on hospital, Google business profile or other platforms. അല്ലെ, നമുക്കിപ്പോ ടെക്നിക്കലി നമ്മൾ ഡെവലപ്ഡ് ആയിട്ടുള്ള ഈ ഒരു ടൈമില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഹോസ്പിറ്റലുകൾക്ക് അതുപോലെ തന്നെ രോഗികളുടെ അപ്പോയിന്റ്മെന്റിന് ശേഷം ഡോക്ടറിനെ നമ്മൾ കണ്ടതിന് ശേഷം തന്നെ നമുക്ക് ഫോണിലൂടെയും മറ്റും ഫീഡ്ബാക്ക് ഒക്കെ അടയാളപ്പെടുത്താൻ സാധിക്കും ഇല്ലേ. അപ്പൊ നമുക്ക് ഫീഡ്ബാക്ക് മെസ്സേജ് ഒക്കെ വരും ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന്, എങ്ങനെയാണ് അവിടുത്തെ സർവീസിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെയും ഫീഡ്ബാക്ക് നമുക്ക് അപ്പൊ തന്നെ നമുക്ക് അറിയിക്കാനായിട്ട് പറ്റും അല്ലെ. അതിന് പേപ്പറോ അതിന്റെ ഒന്നും ആവശ്യമില്ല, നമ്മുടെ ഫോണിലേക്ക് മെസ്സേജുകളൊക്കെ വരാറുണ്ടോ? ഇപ്പൊ മിക്ക ഹോസ്പിറ്റലുകളിൽ ഇപ്പൊ അങ്ങനെ മെസ്സേജ് സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടിയിട്ട്. ചെയ്യാറുണ്ടോ അങ്ങനെ ഫീഡ്ബാക്ക്? ഒട്ടുമിക്കവരും ചിലപ്പോൾ അത് ചെയ്യാറില്ല, കുറെ പേര് അത് ഒഴിവാക്കും അല്ലെ. ചെയ്യാറുണ്ടോ നിങ്ങൾ അങ്ങനെ ഫീഡ്ബാക്ക് സേവനങ്ങള്? അതിപ്പോ ഹോസ്പിറ്റലല്ല, അപ്പൊ നമ്മളൊരു ഏതൊരു ഷോപ്പിൽ പോയി നിങ്ങൾ പർച്ചേസ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളൊരു ബാങ്കിൽ പോയി ഏതൊരു സ്ഥാപനത്തിൽ പോയിട്ടുണ്ടെങ്കിലും അവിടുത്തെ സേവനം കഴിയുമ്പോൾ അവിടുത്തെ ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് വരും. ഇപ്പൊ എല്ലാം നമ്മൾ ഫോൺ നമ്പർ വെച്ച് ലിങ്ക് ചെയ്യുന്നതുകൊണ്ട് മെസ്സേജുകൾ വരാറുണ്ട്. അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യും? റേറ്റിംഗ് സ്റ്റാർ ഒക്കെ കൊടുക്കാനൊക്കെ വരും ഏ. അതാണ് ഇവിടെ പറയുന്നത്. ഫീഡ്ബാക്ക് നമുക്ക് എന്ത് ചെയ്യും? അപ്പൊ തന്നെ നമുക്ക് ഫീഡ്ബാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സം പ്രോഗ്രാംസ് ഇൻവോൾവ് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ്.
വിത്ത് EC2. അതുപോലെ തന്നെ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ഓർ അതർ പ്ലാറ്റ്ഫോം. ഇപ്പൊ ഗൂഗിളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ഹോസ്പിറ്റലിന്റെ പേരടിക്കുമ്പോൾ തന്നെ പല റിവ്യൂസും കാണാറുണ്ട്. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ചിലപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടായിരിക്കും പോകുന്നത് ഹോസ്പിറ്റലുകളിൽ, ആണോ? ഇപ്പൊ നമ്മള് പരിചയമില്ലാത്തൊരു ഹോസ്പിറ്റലിൽ നമ്മൾ പുതിയത് പോകണമെങ്കിൽ നമ്മൾ ആ ഹോസ്പിറ്റലിന്റെ പേരുകൾ ഗൂഗിളിൽ ഒന്ന് അടിച്ചു കൊടുക്കും. ഹോസ്പിറ്റൽ തന്നെയല്ല, ഇപ്പൊ നിങ്ങളൊരു കോളേജ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കൂളിന്റെ പേരായിക്കോട്ടെ, അത് നമ്മൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ അവിടെ സ്റ്റാർ പോയിന്റുകളൊക്കെ കാണാം. അതുപോലെ തന്നെ ഓരോ വ്യക്തികളും അവരുടേതായിട്ടുള്ള റിവ്യൂസ് ഇട്ടിട്ടുണ്ടാകും, ഇല്ലേ? റിവ്യൂ ചെയ്തിട്ടുണ്ടാവില്ലേ അവരുടെ അനുഭവത്തെ കുറിച്ച്? ഇപ്പോ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, അതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, താങ്ക്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി റിവ്യൂകൾ ഉണ്ടാകും, ഇല്ലേ? അങ്ങനെ നമ്മൾ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിലും ഇതുപോലെ തന്നെ മറ്റു പ്ലാറ്റ്ഫോമുകളിലും ആ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രശസ്തി, ഇതൊക്കെ ഇതെന്താണ്, റെപ്യൂട്ടേഷനെ ബാധിക്കുന്നതാണ് ഇതെല്ലാം, അല്ലെ? റെപ്യൂട്ടേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്, ഒരു പ്രശസ്തിയാണത്. സ്റ്റാർ പോയിന്റുകളും ഇതൊക്കെ നമുക്ക് റിവ്യൂ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇന്ന് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ എന്ത് ചെയ്യാം, ഗൂഗിളിൽ എടുക്കാം, ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിന്റെ ഏതെങ്കിലും ഒരു കുറച്ചും കൂടി മൾട്ടി ലെവൽ ആയിട്ടുള്ള ഹോസ്പിറ്റലിന്റെ പേര്, ഇപ്പൊ ആസ്റ്ററോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ അടുത്തുള്ള കുറച്ച് പേര് കേട്ട ഹോസ്പിറ്റലിന്റെ പേര് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ഒന്ന് അടിച്ചു കൊടുക്കും. അപ്പൊ അതിന്റെ റിവ്യൂകളും സ്റ്റാറുകളും എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ ഇങ്ങനെ ചോദിക്കും കേട്ടോ. ചെയ്യോ? ഒരു ടാസ്ക് ആയിട്ട് ഇരുന്നോട്ടെ, അല്ലെ? റിവ്യൂവും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണെന്നൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം. ചിലപ്പോൾ ഞാൻ മറന്നു, നിങ്ങൾ ഓർമ്മിപ്പിക്കണം കേട്ടോ. മീൻസ് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് റിവ്യൂ കൊടുക്കുന്നതും. അപ്പൊ അത് ഹോസ്പിറ്റലിന്റെ ആ ഒരു പ്രശസ്തി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. Then and finally, happy patient will word of mouth is the gold standard. And finally, happy patients will suggest the hospital to friends and family. അല്ലെ? ഫൈനലി എന്ത് ചെയ്യും? പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് അവരുടെ ഫാമിലിക്കും അല്ലെങ്കിൽ ഫ്രണ്ട്സിനും ആ ഹോസ്പിറ്റലിൽ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. Then when it comes to referrals, word of mouth is gold standard. എന്താണ് പറയുന്നത്? ഗോൾഡ് സ്റ്റാൻഡേർഡ്, സ്വർണ്ണ നിലവാരം എന്ന്. അതായത് വേർഡ് ഓഫ് മൗത്ത് മീൻസ് നമ്മളുടെ എന്താ പറയാ, നമ്മുടെ വാമൊഴി എന്ന് പറയില്ലേ, നമ്മള് വേറൊരു ഇതിൽ നിന്ന് നമ്മൾ ഒരാളോട് സംസാരിക്കുന്നത് അതൊരു ഗോൾഡ് സ്വർണ്ണ നിലവാരത്തിന് തുല്യമാണെന്ന്. അതാണ് അവിടെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യിപ്പിച്ചെങ്ങനെയാണ് സ്വർണ്ണ നിലവാരമാണെന്ന്. അതായത് ഇപ്പൊ എനിക്കൊരു എക്സാമ്പിൾ പറയണമെങ്കിൽ, ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു അസുഖമായിട്ട് ഞാൻ പല ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയിട്ട് എന്റെ അസുഖം പൂർണ്ണമായിട്ട് അത് മാറില്ല. പക്ഷെ ഞാൻ ഇതുപോലെ വേറൊരു ഹോസ്പിറ്റലിൽ സെലക്ട് ചെയ്തു, എനിക്ക് അവിടുത്തെ ട്രീറ്റ്മെന്റ്സ് കാര്യങ്ങളും ഒക്കെ ആയി എന്റെ അസുഖം പൂർണ്ണമായിട്ട് മാറിയെങ്കിൽ ഞാനത് വളരെ എന്താ പറയാ, ഞാൻ വളരെ ഹാപ്പിയോട് കൂടി തന്നെ അല്ലെങ്കിൽ വളരെ സാറ്റിസ്ഫൈഡോട് കൂടി തന്നെ ആയിരിക്കും ഞാൻ മറ്റൊരാളോട് അത് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെ? അപ്പൊ എന്റെ ആ ഒരു സംസാരത്തിൽ തന്നെ കേൾക്കുമ്പോൾ തന്നെ ആ കേൾക്കുന്ന വ്യക്തിക്കും കൂടി അവളുടെ സംസാരത്തിൽ തന്നെ അങ്ങനെ ഉണ്ട്, അല്ലെ? അപ്പൊ നല്ലൊരു ബെറ്റർ എക്സ്പീരിയൻസ് ആണ് ആൾക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ തന്നെ സ്വയം വിചാരിക്കും. അല്ലെ? ഇപ്പൊ നിങ്ങളുടെ ഒരു ഫ്രണ്ട്സ് നിങ്ങളോട് ഭയങ്കര കാര്യമായിട്ട് പറയുന്നതാണ്, അപ്പൊ ഞാൻ അത്രയും മാറാണ്ട് കിടന്നൊരു അസുഖമാണ്, പക്ഷെ ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോ എനിക്ക് നല്ലൊരു അനുഭവം ഉണ്ടായെന്ന് പറയുമ്പോ, അങ്ങനെ പറയുന്ന ഒരു വ്യക്തി നിങ്ങളോട് പറയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ പോകാൻ ശ്രമിക്കില്ലേ? അത് ഹോസ്പിറ്റലിൽ ആയിക്കൊള്ളണമെന്നില്ല, വേറെ എന്തൊരു കാര്യവും ഭയങ്കര നല്ല അനുഭവമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തീർച്ചയായിട്ടും ആ പറഞ്ഞ സ്ഥലത്തേക്ക് പോകുമോ? നിങ്ങള് പോകാറുണ്ടോ? അല്ലെ? മീൻസ് നമ്മൾ ഒരു സംശയാസ്പദമായിട്ടല്ലാതെ നല്ലൊരു രീതിയിൽ, ഇപ്പൊ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ പോയിക്കോളൂ, കാരണം നല്ലതാണ്, ഞാൻ 100% നിനക്ക് ഗ്യാരണ്ടി തരാന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? നമ്മൾ അത് സെലക്ട് ചെയ്യും. അങ്ങനെയാണ് അവിടെ പറയുന്നത്. വേർഡ് ഓഫ് മൗത്ത്, നമ്മുടെ വായിൽ നിന്നും നമ്മൾ സംസാരിക്കുന്നത്, അതായത് നമ്മളുടെ ആ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സംസാരം, അതിലൊരു സ്വർണത്തിനേക്കാളും വിലയുണ്ടെന്ന്, സ്വർണ്ണ നിലവാരം ഉണ്ടെന്ന്. അതായത് ഹൈലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് അത്ര നല്ല രീതിയിൽ മറ്റൊരാൾക്ക് അത് സജസ്റ്റ് ചെയ്തിട്ട് പറയാൻ പറ്റുള്ളൂ, അല്ലെ? അതാണ് ആ ലാസ്റ്റ് സെന്റൻസിൽ പറയുന്നത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെ? ഇപ്പൊ നമ്മൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട് മറ്റുള്ളവരോട്. ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ പറയുന്നത് കേട്ടോ. റെപ്യൂട്ടേഷൻ. അടുത്തൊരു പോയിന്റ് കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് വായിക്കാം, എന്നിട്ട് നിങ്ങളതൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. നെക്സ്റ്റ് വൺ, ബെറ്റർ ക്ലിനിക്കൽ ഔട്ട്കംസ് ഫോർ പേഷ്യൻസ്. ബെറ്റർ ക്ലിനിക്കൽ ഔട്ട്കംസ്, അതായത് പേഷ്യൻസിനുള്ള ബെനിഫിറ്റ് ആണ്. അപ്പൊ സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആർ ഓൾസോ നോർമലി മോർ കോംപ്ലിയന്റ്, which means they are more probable to get better or effectively manage chronic health issues. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് അവര് സാധാരണഗതിയിൽ കൂടുതൽ കോംപ്ലിയൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, കുറച്ച് അനുസരണയുള്ളവരായിരിക്കും. എന്താണ് അനുസരണ എന്ന് ഉദ്ദേശിക്കുന്നത് നോക്കാം കേട്ടോ.
which means they are more probable to get better or effectively manage chronic health issues. Consequently, they feel better and like hospital treatment and care make a difference to their well-being and quality of life. ഒരു എൻഡിങ് ഇല്ലാത്തൊരു സെന്റൻസ് ആണ് അല്ലെ? ഒരെണ്ണത്തിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പാരഗ്രാഫിലായിരിക്കും അവസാനിക്കുന്നത്. അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് ചെറിയ രീതിയിൽ പറയാം. നിങ്ങൾക്ക് നോക്കുമ്പോൾ തോന്നും അല്ലെ, ഒരു സെന്റൻസിന് ഒരു എൻഡിങ് ഇല്ലല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടാവും. നോക്കാം. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള, സംതൃപ്തരായിട്ടുള്ള രോഗികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് കുറച്ച് അനുസരണയുള്ളവരായിരിക്കുന്നത്. അനുസരണ എന്നോട് ഉദ്ദേശിക്കുന്നത് സ്കൂളിൽ ടീച്ചർ പഠിച്ച് അനുസരണ പഠിപ്പിക്കുന്ന അനുസരണ അല്ല കേട്ടോ. നോക്കാം. അതായത് എന്താണ്, വിട്ടുമാറാത്ത ക്രോണിക് ഡിസീസ് എന്ന് പറയാൻ നമുക്ക് അറിയാമല്ലോ, വിട്ടുമാറാത്ത അസുഖങ്ങള്, കൂടുതൽ കാലം നിൽക്കുന്ന അസുഖങ്ങളും കാര്യങ്ങളും, ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവര്, അതായത് വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങള് കൈകാര്യം ചെയ്യുന്നതിനാൽ അവർക്ക് കൂടുതലായിട്ടുള്ളൊരു മെച്ചപ്പെട്ട ഒരു ബെറ്റർ ട്രീറ്റ്മെന്റ്സ് അവർക്ക് ലഭിച്ചിട്ടുണ്ടാകുന്നത് ഹോസ്പിറ്റലിൽ നിന്ന്. അങ്ങനെയുള്ളവർ കുറച്ച് അനുസരണയുള്ളവരായിരിക്കും. അതായത് ക്രോണിക് ഡിസീസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു മാസമോ 2 മാസം കൊണ്ട് തീരുന്ന ഒരു അസുഖമല്ല, മാറുന്ന ഒരു അസുഖമല്ല. അവര് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഫോളോ ചെയ്യുന്നവരായിരിക്കും. അവർക്ക് അവിടുത്തെ ട്രീറ്റ്മെന്റ്സിൽ നല്ലൊരു ബെറ്റർ ആയിട്ടുള്ളൊരു അനുഭവമാണ് ലഭിക്കുന്നത്. സോ അതുകൊണ്ട് അവർ അനുസരണയുള്ളവരായിരിക്കുന്നത്. അതായത് അവര് ഡെയിലി അവിടെ തന്നെയാണ് ഫോളോ അപ്പുകൾ ചെയ്യുന്നതെന്ന്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നല്ലൊരു ഇതുണ്ടെങ്കിൽ നമ്മൾ ആ കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് പൂർത്തിയാകാതെ വേറൊരു ഹോസ്പിറ്റലിലോട്ട് ചാടിപ്പോയില്ലല്ലോ. എന്തായാലും നമ്മൾ അവിടെ തന്നെയായിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെന്റ്സുകൾ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് എന്താണ്, ഫലപ്രദമായിട്ടുള്ളൊരു അനുഭവം അവർക്ക് അവിടെ ലഭിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ അവര് അവിടെ തന്നെ ഫോളോ അപ്പ്, കണ്ടിന്യൂ ആയിട്ടുള്ള ഒരു ഫോളോ അപ്പ് ചെയ്യുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ്, this is leads to them remaining loyal to the hospital and show up for their appointments, generating a cycle of patient satisfaction benefits. അതുകൊണ്ട് തന്നെ എന്താണ്, അവർക്ക് നല്ലൊരു പരിചരണം ഹോസ്പിറ്റലുകാർ കൊടുക്കുന്നുണ്ട്. ക്രോണിക് ഡിസീസസ് ആണ്. സോ അവര് എപ്പോഴും അവിടെ തന്നെ ഫോളോ അപ്പ് കണ്ടിന്യൂ ചെയ്യുന്ന ട്രീറ്റ്മെന്റ്. സോ അവർക്ക് നല്ലൊരു എന്താ പറയാ, ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നു പേഷ്യൻസിന്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പേഷ്യൻസിന് ലഭിക്കുന്നത്. സോ അത് അവരുടെ പരിചരണത്തിലും അതുപോലെ തന്നെ എന്താണ്, ജീവിത നിലവാരത്തിൽ തന്നെ മാറ്റങ്ങൾ വരുത്തുന്നത്. അതായത് അവരുടെ ട്രീറ്റ്മെന്റ്സിലൂടെ അവരുടെ അസുഖം ഭേദമായി എന്നൊക്കെ ഒരു ചിന്ത അവരുടെ ഉള്ളില്, പേഷ്യൻസിന്റെ ഉള്ളില് വരുന്നു. സോ നമ്മൾ എന്ത് ചെയ്യും, ആശുപത്രിയോട് വിശ്വസ്തരായിട്ട് അവർ തുടരാനായിട്ട് സാധ്യതയുണ്ടെന്ന്. റിമെയിൻ ലോയൽ ടു ദ ഹോസ്പിറ്റൽ, ഒരു വിശ്വസ്തത പുലർത്തും അവര്. കാരണം അവർക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ്സും അവരുടെ അസുഖങ്ങൾ ഭേദമായി നല്ലൊരു സർവീസും കാര്യങ്ങളും അവർക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിനോട് ഒരു വിശ്വസ്തത അവർക്ക് ഉണ്ടാകും. വിശ്വസ്തരായിട്ട് അവർ തുടരും. അതുപോലെ തന്നെ എന്താണ്, ജനറേറ്റിംഗ് എ സൈക്കിൾ ഓഫ് എ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ബെനിഫിറ്റ്സ്. സോ അവിടെ ഒരു രോഗിയുടെ ഒരു സംതൃപ്തിയുടെ ഒരു ആനുകൂല്യങ്ങളുടെ ഒരു ബെനിഫിറ്റ്സ്, ഒരു ചക്രം സൃഷ്ടിക്കുകയാണെന്ന്. ചക്രം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു എന്താ പറയാ, നല്ല രീതിയിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു ബെനിഫിറ്റ് അവർക്ക് അവിടെ ലഭിക്കുന്നു ക്രോണിക് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരുന്ന പേഷ്യൻസിന്. അതായത് അവര് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുകയാണ് ആ ഹോസ്പിറ്റലിൽ. സോ അവർക്ക് കണ്ടിന്യൂസ് ഫോളോ അപ്പ് ചെയ്യുമ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ അവർക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവര് ആ ഒരു ഹോസ്പിറ്റലിനോട് നല്ല രീതിയിൽ വിശ്വസ്തരായിട്ടുള്ളവരായിരിക്കും. ഓക്കെ, എന്താണ് ആ ഒരു പോയിന്റിൽ പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഹയർ പ്രൊഡക്ടിവിറ്റി, റെപ്യൂട്ടേഷൻ, ബെറ്റർ ക്ലിനിക്കൽ ഔട്ട്കംസ്. 3 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു രീതിയിൽ നമുക്കത് പറയാൻ പറ്റുള്ളൂ. മാക്സിമം അത് നിങ്ങളുടേതായ ഭാഷയിലോട്ട്, നിങ്ങളുടെ ഓൺ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ അത് പറയുന്നത്. കാരണം ഇത് ചിലപ്പോ നിങ്ങൾക്ക് തനിയെ ചിലപ്പോ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ചിലപ്പോ മനസ്സിലാകില്ല. കാരണം അങ്ങനത്തെ ഒരു ഏരിയ ആണ്. മീൻസ് കുറച്ച് എന്താ പറയാ, ഒരു സെന്റൻസ് തന്നെ വളച്ചൊടിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ പറയുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മള് ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള നമ്മളുടെ അനുഭവങ്ങൾ തന്നെയാണ് അവിടെ പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും ഒരു ഐഡിയ ഒക്കെ കിട്ടിയോ? മനസ്സിലാവുന്നുണ്ടോ? ഇതിൽ കൂടുതൽ നമുക്ക് കുറെ ഇങ്ങനെ വലിച്ചു നീട്ടിയ വേറെ വെച്ച് പറയാനൊന്നും പറ്റില്ല. ഇത് തന്നെ നിങ്ങൾക്ക് അറിയാം, ഇച്ചിരി ടഫ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് അല്ലെ, കുറച്ച് ബോറിംഗ് ഒക്കെ ആയിരിക്കാം, ആണോ? പക്ഷെ നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാനും പറ്റില്ല. അപ്പൊ ഇതിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ടെൻഷൻ ഒന്നും ആവേണ്ടത്. ഫുള്ള് നിങ്ങൾ പഠിക്കണം, ബുദ്ധിമുട്ടൊക്കെ ഇരിക്കുന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ അല്ലെ, കുഴപ്പമില്ല. എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറ് എന്നൊക്കെ ഉള്ളത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമുക്ക് ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഓക്കെ ആണോ എല്ലാവരും? റെസ്പോൺസ് ഒന്നും ഇല്ലാലോ? ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. വായിക്കാം. ഹയർ പ്രൊഡക്ടിവിറ്റി 3 പോയിന്റ് വായിച്ചോളൂ കേട്ടോ.
മൂന്നെണ്ണം വായിക്കണേ. റെപ്യൂട്ടേഷൻ, വെക്ടർ ക്ലിനിക്കൽ കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ? ഓക്കെ, കംപ്ലീറ്റ് ചെയ്തില്ലേ? നെക്സ്റ്റ് നോക്കാം കേട്ടോ. ways to improve patient satisfaction. Patient satisfaction improve ചെയ്യാനുള്ള വഴികൾ. How can patient satisfaction be improved? നമുക്ക് എങ്ങനെയെല്ലാം improve ചെയ്യാവുന്ന? Highly effective strategies for enhancing patient satisfaction scores spins around creating an environment in which patients have a positive overall experience with all members of their medical team. Clear? ഇവിടെ എന്താ പറയുന്നത്? അതായത് നമ്മൾ പേഷ്യൻസിന്റെ രോഗിയുടെ ഹൈലി എഫക്റ്റീവ് സ്ട്രാറ്റജീസ് രോഗിയുടെ സംതൃപ്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള വളരെ ഫലപ്രദമായിട്ടുള്ള സ്കോർ സ്പിൻസ് അറൗണ്ട് ടോട്ടലി വളരെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ ഫലപ്രദമായിട്ടുള്ള തന്ത്രങ്ങള് രോഗികൾക്ക് ആ ഒരു മെഡിക്കൽ ടീമിലെ എല്ലാ അംഗങ്ങളുമായിട്ട് ഒരു ടോട്ടലി ഒരു മൊത്തത്തിലുള്ള ഒരു എന്താ പറയാ നല്ലൊരു എക്സ്പീരിയൻസ് സൃഷ്ടിക്കണം എന്ന്. അതായത് നമുക്കറിയാം ഒരു പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഡോക്ടർ മാത്രമല്ല ആ മെഡിക്കൽ ടീമിലെ എല്ലാവരുടെയും ഒരു എന്താ പറയാ എല്ലാവരുടെയും ഒരു സർവീസസ് ഉൾക്കൊള്ളുന്നതാണ് അല്ലെ. അതിനാൽ തന്നെ നമ്മൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ ആ ഒരു ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള സർവീസുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സർവേ ചെയ്യുമ്പോൾ ഇടുന്നത് ഇല്ലേ. നമ്മൾ കണ്ടില്ല നേരത്തെ വെയിറ്റിംഗ് ടൈം, സ്റ്റാഫുകളുടെ ബിഹേവിയർ എങ്ങനെയാണ്. ക്വസ്റ്റ്യൻസ് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ ഒരു ടേബിൾ നോക്കിയത് അതിൽ ഡോക്ടറെ സംബന്ധിച്ചിട്ടുള്ള മാത്രമുള്ള ക്വസ്റ്റ്യൻ ആണോ? ഒരു ഡോക്ടറിനെ സംബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ മാത്രമാണോ നിങ്ങൾ കണ്ടത്? ആ ഒരു മെഡിക്കൽ ടീമിന്റെ ഫുൾ ആയിട്ടുള്ള സർവീസസിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത് അല്ലെ. ഇവിടെ പറയുന്നത് അതാണ് ഒരു പേഷ്യന്റിന്റെ അല്ലെങ്കിൽ രോഗിയുടെ സംതൃപ്തി വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ മെഡിക്കൽ ടീം, അതായത് ആ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് ആവാം, നഴ്സസ് ആവാം, എനിവേ ക്ലീനിങ് സ്റ്റാഫ് അടക്കം നമുക്ക് പറയാം അല്ലെ. ഇവരുടെ എല്ലാവരുടെയും ഒരു നല്ലൊരു അനുഭവം, അവരുടെ ടോട്ടലി മൊത്തത്തിലുള്ള ഒരു അനുഭവം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരുടെയും ടോട്ടലി ആ സർവീസിൽ ആ ഹോസ്പിറ്റലിൽ ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ അവരുടെ എല്ലാവരുടെയും ഉള്ളൊരു അനുഭവമാണ് പേഷ്യൻസിന് അവരോടുള്ള ഒരു അനുഭവം, നമ്മളോടുള്ള ഒരു അറ്റാച്ച്മെന്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഒരു സർവേയിലൂടെ നോക്കുന്നത്. ഇനി അടുത്തത് പറയുന്നത്
8 creative ways to increase patient satisfaction. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള ക്രിയേറ്റീവ് വേസ് അല്ലെ, ക്രിയേറ്റീവ് ആയിട്ടുള്ള വഴികൾ എന്തൊക്കെയാണെന്നാണ് അടുത്തത് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടോളൂ. 8 കാര്യങ്ങളും ഒന്ന് പഠിച്ചു വെക്കുക. ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എന്ത് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, എക്സാമിൽ ചോദിക്കാറുള്ളത്. ഓക്കെ, അത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണമെന്നില്ല, നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളതൊന്ന് മനസ്സിലാക്കി ഒന്ന് വായിച്ചു വെക്കുക. ഓക്കെ, creative ways to increase patient satisfaction. First one, ensure timely follow-ups. അല്ലെ, സമയബന്ധിതമായിട്ടുള്ള ഫോളോ അപ്സുകൾക്ക് കൊടുക്കാണ്. കറക്റ്റ് കൃത്യമായിട്ടുള്ള ഫോളോ അപ്സുകൾ പേഷ്യൻസിന് നൽകുക. രണ്ടാമതായിട്ട് പറയുന്നത് ഫോക്കസ് ഓൺ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പ്രൊവൈഡേഴ്സ് ആൻഡ് പേഷ്യൻസ്. അല്ലെ, അതായത് രോഗികളും അതുപോലെ തന്നെ പ്രൊവൈഡേഴ്സ്, ഡോക്ടേഴ്സ് ആവാം, നഴ്സസ് ആവാം, അവരും തമ്മിൽ ആശയവിനിമയത്തിൽ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കണം, ഫോക്കസ് ചെയ്യണം. അതായത് നല്ല രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ ഡോക്ടേഴ്സുമായിട്ടും അല്ലെങ്കിൽ പ്രൊവൈഡേഴ്സ് മീൻസ് നഴ്സസും മറ്റു സ്റ്റാഫുകളുമായിട്ടും നല്ലൊരു രീതിയിൽ പേഷ്യൻസും അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. അപ്പൊ അവരുടെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് പറയാൻ സാധിക്കും അല്ലെ, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കാം. ദെൻ മൂന്നാമതായിട്ട് പറയുന്നത് മെയിൻറ്റെയിൻ ട്രാൻസ്പെറൻസി വിത്ത് പേഷ്യൻസ്. രോഗികളുമായിട്ടൊരു സുതാര്യത നിലനിർത്തുകയാണ്. സുതാര്യത ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും, നമുക്ക് ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ അവരോട് പറയാൻ സാധിക്കണമെന്ന്. ഒരു നല്ല രീതിയിൽ ഒരു മെയിൻറ്റെയിൻ ചെയ്യുക, ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ഫോർമൽ ആയിട്ടോ ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ട്രാൻസ്പെറൻസി ആയിരിക്കണം. വെച്ചാൽ ഒരു മറവൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ പ്രോബ്ലങ്ങൾ എന്തൊക്കെയാ, പ്രശ്നങ്ങൾ നമുക്കൊന്ന് പറയാൻ പറ്റണം അവരോട്. നാലാമതായിട്ട് പറയുന്നത് പ്രയോറിറ്റൈസ് ഷോർട്ട് വെയിറ്റ് ടൈംസ്. അതായത് ഷോർട്ട് വെയിറ്റിംഗ്, ഹ്രസ്വകാല സമയങ്ങൾക്ക് മുൻഗണന നൽകുക. അതായത് കുറെ നേരം പേഷ്യൻസിനെ വെയിറ്റ് ചെയ്തൊക്കെ ഇരിപ്പിക്കാതിരിക്കാറുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്ത് വന്ന് രാവിലെ തുടങ്ങി വൈകിട്ട് വരെ അവിടെ ഡോക്ടറെ കാണാൻ വന്നിരുന്നാൽ എന്തായിരിക്കും, പേഷ്യൻസ് അപ്പൊ തന്നെ പോയി കളയും അല്ലെ. അപ്പോ ഒരു കുറഞ്ഞൊരു വെയിറ്റിംഗ് ടൈമും കാര്യങ്ങൾക്കൊക്കെ പ്രയോറിറ്റൈസേഷൻ കൊടുക്കാൻ, അതായത് പെട്ടെന്ന് തന്നെ അപ്പോയിന്റ്മെന്റ് എടുത്ത് ഡോക്ടറെ കാണാനൊക്കെ ആയിട്ടുള്ള മാർഗങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. ഇനി ഫിഫ്ത്ത് വൺ നോക്കാം. Strive to implement procedures to educate the patient about the treatment plans. അതായത് ചികിത്സാ പദ്ധതികളെ കുറിച്ചിട്ട് എന്താണ് പേഷ്യൻസിനെ ഒന്ന് ബോധവൽക്കരിക്കുക, അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ നടപ്പിലാക്കാൻ ശ്രമിക്കണമെന്ന്. അതായത് ശ്രമിക്കുക, സ്ട്രീം മനസ്സിലാക്കി കൊടുക്കുക അവരെ. അതായത് ചില പേഷ്യൻസിനെ സംബന്ധിച്ച് അവർക്ക് ഈ ട്രീറ്റ്മെന്റ്സിന്റെ ചികിത്സയും കാര്യങ്ങളെ കുറിച്ച് ഒന്നും അറിവില്ലാത്ത ആളുകളൊക്കെ ഉണ്ടാകാം. അപ്പൊ അവരോട് ഇന്ന് ചെയ്യാൻ പോകുന്ന ട്രീറ്റ്മെന്റ്സ് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇത്ര ദിവസം അഡ്മിറ്റഡ് ആക്കണം, ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മളുടെ തുടർ ട്രീറ്റ്മെന്റ്സ് എന്താണോ ചെയ്യാൻ പോകുന്നത് അതിനെ കുറിച്ചിട്ട് കൊടുത്തൊരു ഡീറ്റെയിൽസ് എന്ത് ചെയ്യാം, നമ്മള് പേഷ്യൻസിന് ഒന്ന് പറഞ്ഞു കൊടുക്കുക. സ്ട്രീവ് ചെയ്യാന്ന് വെച്ചാൽ അവരൊന്ന് ബോധ്യപ്പെടുത്തുകയാണ്. സിക്സ്ത് വൺ, യൂട്ടിലൈസ് ഫീഡ്ബാക്ക് ഫ്രം പേഷ്യൻസ് ടു അനലൈസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെട്രിക്സ്. രോഗികളുടെ സംതൃപ്തിയുടെ മെട്രിക്സ് എന്ന് വെച്ചാൽ അളവുകോലുകൾ, അതായത് അളവ് മീൻസ് എത്രത്തോളം അവർ സാറ്റിസ്ഫൈഡ് ആണോ അതൊന്ന് വിശകലനം ചെയ്യാനായിട്ട് നമുക്ക് ഫീഡ്ബാക്ക് പ്രയോജനപ്പെടുത്താമെന്ന്. അതായത് നമ്മൾ പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് എടുക്കില്ലേ, ആ ഫീഡ്ബാക്ക് വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാമെന്ന് ഹോസ്പിറ്റലുകാർക്ക്. അപ്പൊ ചെക്ക് ചെയ്യുമ്പോൾ എവിടെയാണ് പോരായ്മ, ഏതിലാണ് എല്ലാവരും ഭയങ്കര ബാഡ് എന്നുള്ളൊരു കമന്റ് ഇട്ടേക്കുന്നത്, അപ്പൊ അത് ഏതിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ഇംപ്രൂവ്മെന്റ്സ് ഹോസ്പിറ്റലിൽ വരുത്താനായിട്ട് സാധിക്കും. അപ്പൊ ഫീഡ്ബാക്ക് ചെക്ക് ചെയ്യുക. Seventh one, implement a technological support system for greater facility efficiency. സാങ്കേതിക പിന്തുണ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്താൻ, കൂടുതൽ കമ്പ്യൂട്ടറൈസ്ഡ് ആക്കുക, ഡിജിറ്റലൈസ്ഡ് ആക്കുകയാണ്. അപ്പൊ അത് കുറച്ചും കൂടി ഫെസിലിറ്റി എഫിഷ്യൻസി ഒക്കെ കൂട്ടാനും സാധിക്കുന്നു. ഇംപ്രൂവ് ദ ഫെസിലിറ്റി എൻവയോൺമെന്റ് ആൻഡ് കൾച്ചർ. നല്ല രീതിയിൽ ഒരു സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, അതുപോലെ തന്നെ ആ ഒരു എൻവയോൺമെന്റ് മെച്ചപ്പെടുത്താണ്. ഹോസ്പിറ്റലിന്റെ ആ ഒരു അന്തരീക്ഷം കുറച്ചും കൂടി മെച്ചപ്പെടുത്താനുണ്ടെങ്കിൽ അവിടെ കുറച്ച് ഇംപ്രൂവ്മെന്റ്സും കാര്യങ്ങളും ചെയ്യുക. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു 8 ക്രിയേറ്റീവ് വേസ് ആണ് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങൾ. ജസ്റ്റ് ഒന്നുകൂടി വായിക്കുമ്പോൾ ഒന്ന് മലയാളത്തിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. എൻഷുർ ടൈംലി ഫോളോ അപ്സ്, ടൈംലി ആയിട്ടുള്ള ഫോളോ അപ്പുകൾ കൊടുക്കുക. ഫോക്കസ് ഓൺ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പ്രൊവൈഡേഴ്സ് ആൻഡ് പേഷ്യൻസ്, പേഷ്യന്റും പ്രൊവൈഡറും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻസ് കൊടുക്കുക. അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ട്രാൻസ്പെറൻസി വിത്ത് പേഷ്യൻസ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പെറൻസി, അവരുടെ ആവശ്യങ്ങൾ തുറന്ന് പറയാനായിട്ടുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഒരുക്കുക. പ്രയോറിറ്റൈസ് ഷോർട്ട് വെയിറ്റിംഗ് ടൈംസ്, ഷോർട്ട് വെയിറ്റിംഗ് ടൈമിന് പ്രയോറിറ്റൈസ് കൊടുക്കുക.
strive to implement procedures to educate patients to treatment plans. Treatment plans ne kuriച്ച് പേഷ്യൻസിനോട് ബോധവൽക്കരിക്കുക. Utilize the feedback from patient to analyze patient satisfaction metrics. ഫീഡ്ബാക്ക് നോക്കി ചെക്ക് ചെയ്യുക, എന്താണോ പോരായ്മ അതിന് ശരിയായ വിധത്തിൽ ഇംപ്രൂവ്മെന്റ്സ് കൊടുക്കുക. Implement a technological support system for greater facility efficiency. ടെക്നോളജിക്കൽ ആയിട്ടുള്ള സപ്പോർട്ടുകൾ കൊടുക്കുക, അത് കൂടുതൽ സൗകര്യങ്ങളും കാര്യക്ഷമമാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇംപ്രൂവ് ദ ഫെസിലിറ്റി എൻവയോൺമെന്റ് ആൻഡ് കൾച്ചർ. സൗകര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യിക്കുക, അതുപോലെ തന്നെ അവിടുത്തെ എൻവയോൺമെന്റിൽ ഇംപ്രൂവ്മെന്റ്സുകളും കാര്യങ്ങളും വരുത്തുക. ഓക്കെ, ക്ലിയർ ആണോ? 8 പോയിന്റ്സ് ഓക്കെ ആണോ? നിങ്ങൾ എന്തോ ക്ലാസ്സിൽ തന്നെ എല്ലാവരും ഉറക്കത്തിലാണോ? ശ്രദ്ധിക്കുന്നുണ്ടോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. 8 പോയിന്റ്സ് ഇവിടെ തുടങ്ങി വായിക്കാം കേട്ടോ. വേസ് ടു ഇംപ്രൂവ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ തുടങ്ങി നമ്മൾ വായിച്ചിട്ടുള്ള 8 പോയിന്റ് വരെ ഒന്ന് വായിക്കാം. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആ 8 പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ, ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കി പഠിച്ചാൽ മതി കേട്ടോ. ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ അത് മലയാളത്തിൽ ഒന്ന് മനസ്സിലാക്കി വെക്കും. വായിച്ചോ? 8 പോയിന്റ് കംപ്ലീറ്റ് ചെയ്തോ? കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും? നെക്സ്റ്റ് നോക്കാം. ഇപ്പോ നമ്മള് വേസ് ടു ഇംപ്രൂവ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള മാർഗങ്ങളാണ് കേട്ടോ ഇനി പറയുന്നത്. നോക്കാം. ഫസ്റ്റ് വൺ, ഡെവലപ്പ് എ റാപ്പോർട്ട്. ഡെവലപ്പ് റാപ്പോർട്ട്. എന്താ ഡെവലപ്പ് റാപ്പോർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ നമുക്ക് എന്താ പറയാ? ഡെവലപ്പ് റാപ്പോർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഒരു ബന്ധം, അതായത് ഒരു റിലേഷൻഷിപ്പ് പേഷ്യന്റും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആയിട്ടുള്ള ഒരു ബന്ധം വികസിപ്പിക്കുക. അതാണ് ഡെവലപ്പ് റാപ്പോർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം ഡെവലപ്പ് റാപ്പോർട്ടിൽ എന്താണ് പറയുന്നത്. പേഷ്യൻസും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡർ, ഡോക്ടേഴ്സ് ആവാം, നഴ്സസ് ആകാം, അല്ലെ, അവർ തമ്മിലുള്ള ഒരു ബന്ധം വികസിപ്പിക്കുക. Fear often gets in the way of patients' ability to retain important clinical information, which include self-care instructions. Practitioners who spend a few minutes engaging with the patient before starting their clinical treatment help set up a sense of trust with their patients. എന്താണ് പറയുന്നത്? അതായത് സ്വയം എന്താ പറയാ, ഫിയർ ഓഫ്റ്റൻ ഗെറ്റ്സ് ഇൻ ദ വേ ഓഫ് പേഷ്യന്റ് എബിലിറ്റി. അതായത് സ്വയം ഒരു പരിചരണ നിർദ്ദേശങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു പ്രധാന ക്ലിനിക്കൽ വിവരങ്ങൾ നിലനിർത്തുന്നതിന് പേഷ്യൻസിന് എപ്പോഴും ഒരു ഭയം ഉണ്ടാവുന്നത് അവരുടെ ചികിത്സയെ കുറിച്ചോ
അല്ലെങ്കിൽ അവരുടെ അസുഖങ്ങളെ കുറിച്ച് ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ അവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും. സോ അതിനാൽ പ്രാക്ടീഷണേഴ്സ് ഹു സ്പെൻഡ് എ ഫ്യൂ മിനിറ്റ്സ് എൻഗേജിങ് വിത്ത് പേഷ്യൻസ് ബിഫോർ സ്റ്റാർട്ടിംഗ് ദെയർ ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ്. അപ്പൊ നമുക്കറിയാം ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് അവർക്ക് ഒത്തിരി ടെൻഷൻസ് കാര്യങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ അവരുടെ രോഗത്തെ കുറിച്ചുള്ള ഒത്തിരി ടെൻഷൻസ് ഉണ്ടാകും. ചിലപ്പോൾ അവർക്ക് ചികിത്സയ്ക്കുള്ള പൈസ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി ടെൻഷൻസുകളും ഒരു ഫിയർ, ഒരു ഭയം ഉണ്ടാവും അവരുടെ ഉള്ളിൽ അല്ലെ. സോ ആ ഒരു ഭയമൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം പ്രാക്ടീഷണേഴ്സ്, ഈ ഡോക്ടേഴ്സ് ഒരു കുറഞ്ഞ ഒരു മിനിറ്റ്, ഒരു ഫ്യൂ മിനിറ്റ്സ് അവരായിട്ടൊന്ന് എൻഗേജ് ചെയ്യാന്ന്. അതായത് അവരുടെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് പേഷ്യൻസിനോട് ഒരു റിലാക്സേഷന് വേണ്ടിയിട്ടൊക്കെ നല്ല രീതിയിലൊക്കെ ഒന്ന് സംസാരിക്കാം. എന്താണ് അങ്ങനെ ടെൻഷൻ ആവേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് സമാധാനിപ്പിക്കുക പേഷ്യൻസിന്. അവരോട് എന്താണ് ചികിത്സ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഒരു രോഗികളായിട്ടൊന്ന് ഇടപെടുക. ഒരു ചെറിയൊരു ഒരു മിനിറ്റോ 2 മിനിറ്റോ ജസ്റ്റ് ഒന്ന് ഇടപെടാം. ഇപ്പോഴത്തെ എല്ലാവരും അങ്ങനെ ഇടപെടണമെന്നൊന്നും അറിയില്ല, എങ്കിലും ചില ഡോക്ടേഴ്സ് ഒക്കെ അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. മീൻസ് നമ്മളോട് ചില ഡോക്ടേഴ്സ് നമ്മളെ ഭയങ്കര ടെൻഷൻ ആക്കും, നമ്മളെ ടെൻഷൻ കൂട്ടും അല്ലെ. അപ്പോ നല്ല രീതിയിൽ കുഴപ്പമൊന്നുമില്ല, നമുക്കത് എങ്ങനെയെങ്കിലും നമുക്ക് ചികിത്സിച്ച് ഭേദമാകോട്ടോ, നിങ്ങൾ ഓക്കെ ആണ്, പ്രശ്നമൊന്നും ഇല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് പേഷ്യൻസിനോട് ഒന്ന് ഇടപെടുക. ഒരു ഫ്യൂ മിനിറ്റ്സ് മതി. ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് അവരോടൊന്ന് മോട്ടിവേഷൻ ഒക്കെ കൊടുക്കാം. ബൈ റെഡ്യൂസിങ് ദെയർ പേഷ്യൻസ് ഫിയർ ഏർലി ഓൺ. അപ്പൊ അവരുടെ ആ ഒരു ഭയമൊക്കെ ഒന്ന് കുറച്ചൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. Those healthcare professionals make sure that their patients are strengthened with the information they require to take charge of their own health. അപ്പൊ തന്നെ എന്താണ് പ്രാക്ടീഷണർമാർക്ക് അവരുടെ രോഗത്തിന്റെ രോഗിയുടെ ഭയം കുറക്കാനും പറ്റും, അവരൊന്ന് സ്ട്രെങ്തൻഡ് ആക്കാനും പറ്റും പേഷ്യന്റിനെ. അപ്പൊ നമ്മൾ ഭയങ്കര പേടിച്ച് ടെൻഷനായിട്ടിരിക്കുകയാണെങ്കിൽ ഒരു ഡോക്ടർ നമ്മളോട് വന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ ടെൻഷൻ മാറും അല്ലെ. ഇത് കുഴപ്പമില്ല, നോർമലാണ്, നമുക്കത് മെഡിസിൻ കഴിച്ച് മാറാവുന്നതേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നും ഇല്ലാട്ടോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയാ ഒരു പകുതി, ഒരു 50% നമ്മളുടെ ടെൻഷൻ അപ്പൊ തന്നെ മാറി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഡോക്ടർ കുറച്ചു നേരം ആ പേഷ്യന്റിനോട് ഇടപെടുമ്പോൾ ആ പേഷ്യന്റിന്റെ ഭയം കുറക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പേഷ്യന്റ് കുറച്ചും കൂടി ഒരു സ്ട്രെങ്ത് ആവുന്നു, ഒരു സ്ട്രെങ്തൻഡ് ആവും. അതുപോലെ തന്നെ ടേക്ക് ചാർജ് ഓൺ ദെയർ ഓൺ ഹെൽത്ത്. അവർ കുറച്ചും കൂടി ഒരു വിശ്വാസം അവർക്ക് സൃഷ്ടിക്കാൻ സാധിക്കുന്നു. ആ പേഷ്യന്റ് ഡോക്ടറുമായിട്ടോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലായിട്ടോ അവർക്ക് തന്നെ ഒരു വിശ്വസ്തത പുലർത്താനും സാധിക്കുന്നു. അതായത് അവരുടെ എന്താണ് രോഗികളെ ഒരു ശക്തിപ്പെടുത്താൻ പറ്റുന്നു. ഡോക്ടറുടെ ഇൻഫോർമേഷൻസ് ഒക്കെ അനുസരിച്ചുകൊണ്ട് അവരുടെ പേടിയൊക്കെ മാറ്റി അവരൊന്ന് സ്ട്രെങ്തൻഡ് ആക്കാനായിട്ട് സാധിക്കുന്നു. ഇതാണ് ഡെവലപ്പ് റാപ്പോർട്ടിൽ പറയുന്നത്. ബന്ധം വികസിപ്പിക്കുക. അതായത് എന്താണ് ബന്ധം വികസിപ്പിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യന്റും ഡോക്ടറുമായിട്ടൊരു ഫോർമൽ അല്ലാത്ത രീതിയിൽ ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ചെറിയൊരു എന്താ പറയാ ഒരു ഒത്തിരി നേരം അവരോടൊന്ന് സംസാരിക്കാം. മീൻസ് അവരുടെ പേടികൾ കുറക്കാം, അവരുടെ ടെൻഷൻസ് ഒക്കെ ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറും പേഷ്യൻസും തമ്മിൽ ഒരു ഇച്ചിരി നേരമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാം. അപ്പൊ അത് കുറച്ചും കൂടി കംഫോർട്ട് ആക്കാനും സാധിക്കുന്നു. ഓക്കെ, ഇതാണ് ഡെവലപ്പ് റാപ്പോർട്ടിൽ പറയുന്നത്. ക്ലിയർ ആണോ? ബന്ധം വികസിപ്പിക്കുക, അതായത് പേഷ്യന്റിനോട് കുറച്ചു നേരം ഒന്ന് ഡോക്ടേഴ്സ് ഒന്ന് അടുത്തിരുന്നൊക്കെ ഒന്ന് സംസാരിക്കുക. എല്ലാ ഡോക്ടർമാർക്കും അത് പറ്റുമെന്ന് അറിയില്ല, എങ്കിലും അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടോ അങ്ങനെ? നമ്മളുടെ പേടിയൊക്കെ കുറക്കുന്ന ഡോക്ടർമാരുണ്ട്, നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും ചിലപ്പോ അല്ലെ. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ പോകണമെങ്കിൽ കുഴപ്പമില്ലാതെ ചിലപ്പോൾ മെഡിസിൻ കഴിച്ച് ഓക്കെ ആവും എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ബന്ധമൊക്കെ ഒന്ന് കുറച്ചുപേരെ അറിഞ്ഞിട്ടുണ്ട് അല്ലെ. പിന്നെ ഭയങ്കര തിരക്കുള്ള ഹോസ്പിറ്റലിലൊക്കെ ഇതുപോലെ പേഷ്യൻസിനോട് അവർക്ക് ഇൻഫോർമൽ ആയിട്ട് സംസാരിക്കാനൊന്നും ടൈമൊന്നും കാണില്ല. വന്ന പേഷ്യൻസിലേക്ക് അവർക്ക് നോക്കി വിടണ്ടേ. സോ അതിനുള്ള ടൈമൊന്നും കിട്ടിയെന്ന് വരില്ല കേട്ടോ. എങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി അത് പേഷ്യന്റിനും ഒരു വിശ്വസ്തത, അവരുടെ ടെൻഷൻ കുറക്കാനും പറ്റും അല്ലെ. ഡെവലപ്പ് റാപ്പോർട്ടിൽ പറയുന്നത് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണോ അതിൽ വന്നേക്കണേന്നൊന്ന് നോക്കാം. ഇത്രയുമാണ് അതിൻ്റെ ഉള്ളിൽ പറയുന്ന കാര്യങ്ങൾ.
വായിച്ചു നോക്കാം. ഡെവലപ്പ് റാപ്പോർട്ട് വായിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളുടെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ട് വായിക്കണം കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? നെക്സ്റ്റ് നോക്കാം. മേക്ക് ഇറ്റ് പേഴ്സണൽ. കുറച്ച് വ്യക്തിഗതമായിട്ട് നമുക്ക് എന്താ പറയാ, വ്യക്തിഗതമാക്കുക എന്ന്. എന്താണ് വ്യക്തിഗതമാക്കുക എന്ന് നോക്കാം. ഹെൽത്ത് കെയർ പ്രൊഫഷണൽ who try to keep eye contact with their patients rather than vocally looking at the computer screen and the charts display their dedication to the patients. നമുക്കറിയാം ചില ഡോക്ടേഴ്സ്, എക്സാമ്പിൾ പറയാൻ നിങ്ങളുടെ അനുഭവം അങ്ങനെ ഉണ്ടാവുന്ന നോക്കാം കേട്ടോ. അതായത് ചില ഡോക്ടേഴ്സ് നമ്മൾ ചേർന്നിരിക്കുമ്പോ തന്നെ നമ്മുടെ മുഖത്തോട് നോക്കാറില്ല അല്ലെ, പേഷ്യന്റിന്റെ നമ്മുടെ ഫേസിൽ നോക്കാണ്ട് തന്നെ എന്താണ് പേര്, അവര് കുമ്പിട്ട് കിടക്കുന്ന ചിലപ്പോ പേര് സൂക്ഷിച്ച് നമ്മളുടെ പേര് എഴുതും, അല്ലെങ്കിൽ അസുഖം എന്താണ് ചിലപ്പോ നമ്മളൊന്നും ചികിത്സിക്കുക പോലും ചെയ്യില്ല, ആ സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ചിട്ടൊന്നും പരിശോധിക്കുക പോലും ചെയ്യില്ല. അവര് വേഗം മെഡിസിൻ അപ്പൊ തന്നെ മെഡിസിൻ പ്രിസ്ക്രിപ്ഷൻ അവർ എഴുതി തരും അല്ലെ. നമ്മളൊന്നൊരു ഐ കോണ്ടാക്ട് പോലും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിൽ സിസ്റ്റത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുള്ളൂ അവര് അല്ലെ. എന്നിട്ട് സിസ്റ്റത്തിൽ നോക്കിക്കൊണ്ട് നമ്മളോട് ഇങ്ങനെ സിസ്റ്റത്തിൽ തന്നെ നോക്കിക്കൊണ്ടായിരിക്കും നമ്മളോട് ചോദിക്കുന്നത് എന്താണ് അസുഖം, എപ്പോൾ തുടങ്ങിയതൊക്കെ നമ്മളോട് ചോദിക്കും ഡീറ്റെയിൽസ്. എന്നിട്ട് അവർ ആ സിസ്റ്റത്തിൽ തന്നെ മരുന്ന് മീൻസ് ആ പ്രിസ്ക്രിപ്ഷൻ അതിന്റെ ഒരു കുറിപ്പടി അവര് സിസ്റ്റത്തിൽ തന്നെ ടൈപ്പ് ചെയ്യും. അപ്പോ അല്ലാതെ പേഷ്യൻസിന്റെ ഒരു മുഖത്ത് നോക്കി സംസാരിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യാത്ത ഡോക്ടേഴ്സ് ഇന്നുണ്ട് കേട്ടോ. തിരക്കേറിയ ഹോസ്പിറ്റലുകളിലൊക്കെ അങ്ങനെ തന്നെയാണ് ഇപ്പോ. ആണോ? മുമ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന്റെ ചീട്ടിൽ എഴുതുന്നതാണ് അല്ലെ. ഇപ്പൊ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് ഈ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ചിലപ്പോ നമ്മൾ പേഷ്യന്റിന്റെ മുഖത്ത് നോക്കിയിട്ടുണ്ടാവില്ല, ആള് അതിൽ തന്നെ ടൈപ്പ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണായിരിക്കും ഇല്ലേ. ചിലപ്പോ ഒരു ഐ കോണ്ടാക്ട് ഉണ്ടാവില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഹെൽത്ത് കെയർ പ്രൊഫഷണൽ who try to keep eye contact with their patients. അതായത് ഈ കമ്പ്യൂട്ടർ സ്ക്രീനുകളിലും അല്ലെങ്കിൽ ചാർട്ടുകളിലൊക്കെ നോക്കുന്നതിനേക്കാള് രോഗികളുമായിട്ടൊരു ഐ കോണ്ടാക്ട്, രോഗിയുടെ കണ്ണിൽ നോക്കിയിട്ട് അവരോട് സംസാരിക്കുക അല്ലെ. അപ്പോഴല്ലേ നമുക്കും ഒരു സംതൃപ്തി കിട്ടുള്ളൂ. പേഷ്യൻസിന്റെ കണ്ണുകളിൽ നോക്കി സംസാരിക്കുമ്പോൾ അത് എന്താണ്, നമ്മളോടുള്ള ഒരു അർപ്പണ ബോധമാണെന്നത്, ഒരു ഡെഡിക്കേഷൻ ആണ് പേഷ്യൻസിനോടുള്ള. ആ പേഷ്യന്റിന് വേണ്ടി ഞാൻ അത്രയും സമയം ചിലവഴിക്കുന്നു. ആ ഡോക്ടർ നല്ല രീതിയിൽ, ചില ഡോക്ടേഴ്സ് നല്ല രീതിയിൽ നമ്മളെ ട്രീറ്റ് ചെയ്യാറുണ്ട്. ട്രീറ്റ് ചെയ്യുന്ന നല്ല രീതിയിൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് മെഡിസിൻ എഴുതുന്നത് ഇല്ലേ. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടോ അങ്ങനെ? ചിലവരെന്തോ കടത്തഴിക്കണ പോലെ അങ്ങോട്ട് പെട്ടെന്ന് ചോദിച്ച് മെഡിസിൻ എഴുതി അടുത്ത ആളെ വിളിക്കും ഇല്ലേ. ചിലവർ നല്ല ഡീറ്റെയിൽ നല്ല കാര്യമായിട്ട് തന്നെ ഒരു പേഷ്യന്റിന് ഒരു 15 മിനിറ്റോ 20 മിനിറ്റോളം മാക്സിമം അവര് ആ ഒരു ടൈമിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് മെഡിസിൻസും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇല്ലേ. നിങ്ങളുടെ അനുഭവം ഉണ്ട് അങ്ങനെ ഏതെങ്കിലും ഡോക്ടേഴ്സ്? അപ്പൊ നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. ചിലത് നമ്മൾ പറയുന്നതിന് മുമ്പ് ചിലപ്പോ മെഡിസിൻ ഇങ്ങനെ എഴുതി കഴിയും അവര്. ആണോ? അങ്ങനെയാണോ? ഏതാ നിങ്ങളുടെ എക്സ്പീരിയൻസ്? സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അനുഭവം കിട്ടിയിട്ടുണ്ടോ ഡോക്ടേഴ്സിന്റെ? ആർക്കും ഒരു എക്സ്പീരിയൻസ് ഇല്ല. ഓക്കെ, എല്ലാരും ഉറക്കത്തിലാണെന്ന് തോന്നുന്നു അല്ലെ. ഞാൻ പറയണത് എല്ലാം കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഓക്കെ, ഇത് ഈ ഒരു ചാപ്റ്റർ എനിക്ക് അറിയാം കുറച്ച് ബോറിംഗ് ആണ്, പക്ഷെ നമുക്കത് പഠിക്കാണ്ട് നിവർത്തില്ല കേട്ടോ. കാരണം എനിക്കും ഇത് വേറൊരു രീതിയിൽ നിങ്ങൾക്കത് ഇതിൽ കൂടുതൽ നമുക്ക് എക്സ്പ്ലനേഷൻ ചെയ്താൽ അത് ഭയങ്കര ബോറായിരിക്കും. മാക്സിമം ഞാൻ നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുഭവം വെച്ചിട്ടാണ് കണക്ട് ചെയ്തിട്ട് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബോറായിരിക്കും നിങ്ങൾ കേൾക്കാം. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ബോറാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് പകുതി പേരും ചിലപ്പോ ക്ലാസ് ഉറങ്ങനെ ഇരിക്കാം അല്ലെ. നോക്കാട്ടോ. അപ്പൊ പറയുന്നത് പേഷ്യൻസിനോട് ഒരു ഐ കോണ്ടാക്ട് മീൻസ് ഒരു കോണ്ടാക്ട് വെച്ചിട്ട് സംസാരിക്കണമെന്ന്. സം പ്രാക്ടീഷണേഴ്സ് may select to have a medical scribe in the room for this very reasons, which allows to them listen with their eyes while the scribe taken notes. Saying patient names also helps individualize and personalize the patient experience, like us asking questions like what matters to you. നമ്മൾ പറഞ്ഞു പേഷ്യൻസിനോട് ഡോക്ടേഴ്സിന് ഒരു ഐ കോണ്ടാക്ട് വെച്ച് സംസാരിക്കണം എന്ന്. ചില ഹോസ്പിറ്റലുകളിൽ ചില ഡോക്ടേഴ്സ് അവരുടെ ഒരു മെഡിക്കൽ സ്ക്രൈബിന് അവരുടെ റൂമിൽ വെക്കാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടോ? അങ്ങനെ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് പോയപ്പോ? അതായത് ഡോക്ടറിന്റെ റൂമിൽ ഡോക്ടർ പേഷ്യൻസിനോട് ഐ കോണ്ടാക്ട് വെച്ചിട്ട് സംസാരിക്കും.
സോ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നതിന് പകരം ഒരു അസിസ്റ്റന്റ് പോലെ ഒരു ഡോക്ടർ ട്രെയിനീസ് അല്ലെങ്കിൽ ഹൗസ് സർജൻസ് ഒക്കെ ഉണ്ടാവില്ലേ, ട്രെയിനീസ് ആയിട്ടുള്ള ഡോക്ടറെ ഒരു മെഡിക്കൽ സ്ക്രൈബ് ആയിട്ട് വെക്കും. അതായത് പേഷ്യന്റിനോട് ചോദിക്കുന്ന കാര്യങ്ങൾ അത് മെഡിക്കൽ സ്ക്രൈബ് ആയിട്ട് വെക്കുന്ന ആള്, അതായത് ഒരു ട്രെയിനി ആയിരിക്കാം. ഡോക്ടേഴ്സ് ട്രെയിനി ആയിട്ടുള്ള ഒരു ഡോക്ടർ, ഹൗസ് സർജൻ ഒക്കെ ആയിരിക്കാം ഈ മെഡിക്കൽ സ്ക്രൈബ് ആയിട്ട് വെക്കുന്നത്. സോ ഡോക്ടർ പേഷ്യൻസിനോട് വിവരങ്ങൾ ചോദിച്ചറിയുന്നത് ഈ സ്ക്രൈബ് എന്ത് ചെയ്യും, അത് നോട്ട് ചെയ്ത് വെക്കും. അപ്പൊ ഡോക്ടർക്ക് നല്ല രീതിയിൽ പേഷ്യൻസിനോട് ഇടപെടാനും പറ്റും. എഴുതേണ്ട കാര്യങ്ങൾ ഈ മെഡിക്കൽ സ്ക്രൈബ് എഴുതിക്കോളും. അപ്പോ ചില കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ ഇങ്ങനെ മെഡിക്കൽ സ്ക്രൈബിനെ ചില ഡോക്ടേഴ്സ് വെക്കാറുണ്ട്. അപ്പൊ അത് കൂടുതലും പേഷ്യന്റുമായിട്ടൊരു ഇടപെടാനായിട്ടുള്ള ഒരു സ്പേസ് അവിടെ ഒരുക്കുകയാണ് അല്ലെ. അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ചോദിക്കുകയും ചെയ്യണം, ഇതുപോലെ തന്നെ പ്രിസ്ക്രിപ്ഷൻസ് എഴുതേണ്ടതായിട്ട് വരും. ഇതിപ്പോ ഒരാള് ഹെൽപ്പിന് അസിസ്റ്റന്റ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടറോട് നമുക്ക് ചോദിക്കുക, ഡോക്ടർക്ക് പേഷ്യൻസിനോട് എല്ലാ കാര്യങ്ങളും ചോദിക്കാനും പറ്റും. ഡോക്ടറിന്റെ അപ്പോ ആ ഡീറ്റെയിൽസ് എല്ലാം ഈ മെഡിക്കൽ സ്ക്രൈബ് എഴുതിക്കോളും. ഓക്കെ, ദെൻ ലാസ്റ്റ് സെന്റൻസിൽ പറയുന്നത് ലിസൺ വിത്ത് ദെയർ ഐസ് വൈൽ ദ സ്ക്രൈബ് ടേക്ക് നോട്ട്സ്. സ്ക്രൈബ് നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതിക്കോളും. Saying a patient name also help individualize and personalize the patient experience. അല്ലെ, പേഷ്യൻസിന്റെ പേര് പറയുന്നത് പോലെ തന്നെ എന്ത് പ്രാധാന്യം എന്നതുപോലെ രോഗിയുടെ അനുഭവം വ്യക്തമാക്കാൻ സാധിക്കുന്നു. അതായത് ചിലപ്പോൾ പേഷ്യന്റിന്റെ പേര് പോലും ഡോക്ടർ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കാൻ പറ്റാത്ത, മീൻസ് അങ്ങനെ ആയിരിക്കാം അവരവരുടേതായിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻസും കാര്യങ്ങളും എഴുതും. ഒരു ഐ കോണ്ടാക്ട് ഇല്ലാതെ വെറുതെ പേരും കാര്യങ്ങളൊക്കെ ചോദിച്ചതുകൊണ്ട് എക്സ്പീരിയൻസിന് നല്ലൊരു എക്സ്പീരിയൻസ് പേഷ്യന്റിന് കൊടുക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു മെഡിക്കൽ സ്ക്രൈബിനെയും മറ്റും നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് മേക്ക് ഇറ്റ് പ്രൊഫഷണലിൽ പേഴ്സണലിൽ പറയുന്നത്. ഒരു ഐ കോണ്ടാക്ട് പേഷ്യൻസ് ആയിട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കുക. മേക്ക് ഇറ്റ് പേഴ്സണൽ വായിച്ചു നോക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ എല്ലാവരും? വായിച്ചോ? ഓക്കെ, അപ്പൊ ഇനി നമുക്കൊരു 8 പോയിന്റും കൂടി ഇനി അടുത്തത് വരുന്നുണ്ട് ഇതിൽ തന്നെ കേട്ടോ. കണ്ടിന്യൂഷൻ ഒരു 8 പോയിന്റും കൂടി ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം അല്ലെ. ഇപ്പൊ തന്നെ ബോറടിച്ച് ഉറങ്ങാറായിട്ടിരിക്കുകയാണ് നിങ്ങൾ. അടുത്ത ക്ലാസ്സിലും അതിൽ ഇനി ബാക്കി 8 പോയിന്റും കൂടി ഉണ്ട്. എന്തായാലും അത് നമുക്ക് ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് അധികം ഓവറായിട്ട് എടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി എടുക്കാം കേട്ടോ. ഇനി ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? കുറച്ച് ജനറൽ ആയിട്ടുള്ള ടോപ്പിക് ആണ് കേട്ടോ. അപ്പൊ ഞാൻ തുടക്കത്തിലെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞായിരുന്നു അത് നമുക്ക് ഇതുപോലെ തന്നെ സെയിം എക്സാക്ട് മീനിങ് വായിച്ചു പോകാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണത്. എങ്കിലും നമ്മളുടേതായിട്ടുള്ള അനുഭവങ്ങളെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നമ്മൾ ക്ലാസ് ഫോളോ ചെയ്തു പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഒട്ടും മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ട്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമുക്ക് ഈ ഒരു ക്ലാസ് അടുത്തൊരു ക്ലാസ്സോട് കൂടിയിട്ട് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആകും. ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. നിങ്ങൾ അതനുസരിച്ചിട്ടൊന്ന് പഠിച്ചു പോയാൽ മതി. ഇത് മൊത്തം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അല്ലെ, പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട്
നമുക്ക് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളതായിട്ടുള്ള ക്വസ്റ്റ്യൻസും അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അടയാളപ്പെടുത്താം. ഓക്കെ ഓക്കെ ആണോ? റെസ്പോൺസ് ഒന്നും ഇല്ലാലോ ആരും? ഓക്കെ. അപ്പൊ ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്തൊരു 8 പോയിന്റും കൂടി എടുക്കാം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാർക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു.